പാട്ടിൽ ഈ പാട്ടിൽ. നിങ്ങൾക്കറിയാമോ, ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവായി അറിയപ്പെടുന്ന പിയർ ദെ കുബേർട്ടിന് ഒരു ഒളിമ്പിക് മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഏതിനത്തിലായിരുന്നു ആ മെഡൽ എന്ന് നിങ്ങൾക്കറിയാമോ? 1912 മുതൽ സംഗീതം, സാഹിത്യം, ചിത്രരചന, ശില്പനിർമ്മാണം എന്നിവ ഒളിമ്പിക്സിന്റെ ഭാഗമായിരുന്നു. 1912 സ്റ്റോക്ക്ഹോം ഒളിമ്പിക്സിൽ സാഹിത്യത്തിനുള്ള സ്വർണ്ണ മെഡൽ ലഭിച്ചത് പിയർ ദെ കുബേർട്ടിൻ എഴുതിയ ഓട്ട് ടു സ്പോർട്ട് എന്ന കവിതയ്ക്കാണ്. 1948 മുതൽ കല, സാഹിത്യം എന്നിവ ഒളിമ്പിക്സ് മത്സര വിഭാഗത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കി. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ശ്രീ. ഇന്ന് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക അതിഥിയാണ്. നമ്മുടെ ഡിജിറ്റൽ ലോകത്തെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഐവോ. വെൽക്കം ടു ദ ഷോ ഐവോ. നന്ദി ശ്രീ. ഇന്ന് നമ്മൾ ഏത് ഡിജിറ്റൽ വിസ്മയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഐവോ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പോക്കറ്റിലും കടകളിലുമൊക്കെയുള്ള ആ കറുപ്പും വെളുപ്പും ചതുരങ്ങളെക്കുറിച്ചാണ്. അതെ, QR കോഡുകൾ. ശരിക്കും എന്താണ് ഐവോ ഈ സാധനം? ശ്രീ, QR കോഡ് എന്നാൽ ക്വിക്ക് റെസ്പോൺസ് എന്നാണ് അർത്ഥം. പഴയ ബാർകോഡുകൾ ഓർമ്മയുണ്ടല്ലോ, വരകൾ മാത്രമുള്ളവ. അവയേക്കാൾ 100 ഇരട്ടി വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന ഒരു 2D ബാർകോഡാണിത്. അതായത് വെറും സെക്കൻഡുകൾക്കുള്ളിൽ ഒരു വെബ്സൈറ്റോ ഫോൺ നമ്പറോ നിങ്ങളുടെ ഫോണിൽ എത്തിക്കാൻ ഇതിന് കഴിയും. ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണോ ഐവോ? ആരാണ് ഇതിന് പിന്നിൽ? നമുക്കിതിന്റെ ചരിത്രത്തിലേക്കൊന്ന് ആഴത്തിൽ പോകാം. 1994 ജപ്പാനിലെ ഡെൻസോ വേവ് എന്ന കമ്പനിയിലാണ് ഇതിന്റെ ജനനം. മസാഹിറോ ഹാര എന്നൊരു എഞ്ചിനീയറാണ് ഇതിന് പിന്നിൽ. അക്കാലത്ത് സൂപ്പർ മാർക്കറ്റുകളിലും ഫാക്ടറികളിലും സാധനങ്ങൾ തിരിച്ചറിയാൻ ബാർകോഡുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ബാർകോഡുകൾക്കൊരു വലിയ പരിമിതിയുണ്ടായിരുന്നു. അവയ്ക്ക് വളരെ കുറഞ്ഞ വിവരങ്ങൾ മാത്രമേ ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഒരു കാറിന്റെ എഞ്ചിൻ പാർട്ട് തിരിച്ചറിയാൻ തന്നെ 10ഓളം ബാർകോഡുകൾ സ്കാൻ ചെയ്യേണ്ടി വന്നിരുന്നു. ഇത് കണ്ട മസാഹിറോ തന്റെ ലഞ്ച് ബ്രേക്കിൽ ബോർഡ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു വിദ്യ തോന്നിയത്. കറുപ്പും വെളുപ്പും കരുക്കൾ നിരത്തിവെച്ചിരിക്കുന്ന ആ ബോർഡിൽ നിന്ന് അദ്ദേഹം പുതിയൊരു കോഡ് വികസിപ്പിച്ചു. ഒരു വശത്തേക്ക് മാത്രം വിവരങ്ങൾ വായിക്കുന്നതിന് പകരം 2 വശങ്ങളിലേക്കും വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന ഒരു ചതുരക്കോഡ്. അങ്ങനെയാണ് QR കോഡ് ഉണ്ടായത്. നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഇത്ര വേഗത്തിൽ വിവരങ്ങൾ തരുന്നത്? ഇതിന്റെ ഡിസൈനിൽ വല്ല രഹസ്യവുമുണ്ടോ? നമ്മൾ കാണുന്ന ആ ചതുരത്തിനുള്ളിൽ ആയിരക്കണക്കിന് കൊച്ചു കള്ളികളുണ്ട്. അവയെ മോഡ്യൂളുകൾ എന്ന് വിളിക്കുന്നു. ഓരോ കറുത്ത കള്ളിയും വെള്ള കള്ളിയും കമ്പ്യൂട്ടറിന്റെ ഭാഷയിലെ 0ഉം 1ഉമാണ്. അതായത് ബൈനറി കോഡ്. നിങ്ങളുടെ ഫോൺ ക്യാമറ ഈ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അത് ആ കള്ളികളെ അക്ഷരങ്ങളോ അക്കങ്ങളോ ആയി മാറ്റുന്നു. ഇതിൽ 3 പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന്, കോണുകളിലുള്ള 3 വലിയ ചതുരങ്ങൾ. ഇത് ക്യാമറയ്ക്ക് കോഡ് ഏതു വശത്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. 2, കോഡിന് ചുറ്റുമുള്ള ചെറിയ വെള്ളവര. ഇതിനെ ക്വയറ്റ് സോൺ എന്ന് വിളിക്കുന്നു. കോഡിനെ മറ്റു ചിത്രങ്ങളിൽ നിന്ന് വേർതിരിക്കാൻ ഇത് സഹായിക്കുന്നു. 3, ഡേറ്റ ഏരിയ. ഇതിലാണ് നമ്മൾ നൽകുന്ന വെബ്സൈറ്റ് ലിങ്കുകളോ പേയ്മെന്റ് ഐഡികളോ ഒളിഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഭാഷയെ ഒരു ചിത്രമാക്കി മാറ്റുകയാണ് QR കോഡ് ചെയ്യുന്നത്. QR കോഡിന്റെ മറ്റൊരു അത്ഭുതം പറയാം. ഇതിനെ എറർ കറക്ഷൻ എന്ന് വിളിക്കുന്നു. നിങ്ങളൊരു ലോറിയുടെ പിന്നിലോ അല്ലെങ്കിൽ വെയിലത്ത് കിടക്കുന്ന ഒരു സ്റ്റിക്കറിലോ QR കോഡ് കണ്ടിട്ടുണ്ടാകും. അതിൽ ചെളിയോ പൊടിയോ പറ്റിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം കീറിപ്പോയിട്ടുണ്ടാകാം. എങ്കിലും അത് സ്കാൻ ചെയ്താൽ വർക്ക് ചെയ്യും. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? കാരണം ഒരു QR കോഡിന്റെ 30% ഭാഗം നശിച്ചു പോയാലും അതിലെ വിവരങ്ങൾ തിരിച്ചു പിടിക്കാൻ ഇതിന് കഴിയും. വിവരങ്ങൾ പലതവണ ആ ചതുരത്തിനുള്ളിൽ തന്നെ ആവർത്തിച്ചു നൽകിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് മഴ നനഞ്ഞാലും വെയിലത്തടിച്ചാലും ഇത് സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റുന്നത്. പഴയ ബാർകോഡുകൾക്ക് വെറും 20 അക്ഷരങ്ങൾ മാത്രം കൊള്ളുമായിരുന്നു എങ്കിൽ ഈ കൊച്ചു ചതുരത്തിൽ 7000-ലധികം അക്കങ്ങൾ ഒളിപ്പിക്കാൻ കഴിയും. ഐവോ, QR കോഡുകളിൽ 2 തരമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വിശദീകരിക്കാമോ? നമ്മൾ എല്ലാവരും QR കോഡുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവയിൽ 2 തരമുണ്ടെന്ന് പലർക്കും അറിയില്ല. അതാണ് സ്റ്റാറ്റിക് QR കോഡുകളും ഡൈനാമിക് QR കോഡുകളും. ഇവ തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുന്നത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ആദ്യമായി സ്റ്റാറ്റിക് QR കോഡ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഒരിക്കൽ ഒരു സ്റ്റാറ്റിക് കോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിലെ വിവരങ്ങൾ പിന്നീട് മാറ്റാൻ കഴിയില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ വെബ്സൈറ്റ് ലിങ്ക് വെച്ചൊരു കോഡ് ഉണ്ടാക്കിയെന്ന് കരുതുക. പിന്നീട് വെബ്സൈറ്റ് അഡ്രസ് മാറിയാൽ ആ പഴയ QR കോഡ് ഉപയോഗശൂന്യമാകും. ഇനി ഡൈനാമിക് QR കോഡിന്റെ കാര്യം നോക്കാം. ഇതാണ് ശരിക്കും മാജിക്.
നിങ്ങൾ ഒരു ഡൈനാമിക് കോഡ് പ്രിന്റ് ചെയ്ത് ഒട്ടിച്ചു കഴിഞ്ഞാലും അതിന്റെ ഉള്ളിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. ഒരു ഹോട്ടലിലെ മെനു കാർഡ് ഉദാഹരണമായി എടുക്കാം. വില മാറുമ്പോഴോ പുതിയ ഐറ്റംസ് വരുമ്പോഴോ പഴയ QR കോഡ് മാറ്റാതെ തന്നെ ബാക്കെൻഡിൽ വിവരങ്ങൾ പുതുക്കാം. കൂടാതെ ട്രാക്കിംഗ് സൗകര്യവും ഇതിലുണ്ട്. ബിസിനസ് ആവശ്യങ്ങൾക്കായി എപ്പോഴും ഡൈനാമിക് കോഡുകൾ ഉപയോഗിക്കുന്നതാണ് ബുദ്ധി. അയ്യോ, QR കോഡ് വഴി പണം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. ഇതിൽ നമ്മൾ എങ്ങനെയൊക്കെ ചതിക്കപ്പെടാം? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ. പ്രധാനമായും ക്വിഷിംഗ് എന്ന തട്ടിപ്പാണ് നടക്കുന്നത്. QR കോഡ് ഉപയോഗിച്ചുള്ള ഫിഷിംഗ് എന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നൊരു സംഭവം പറയാം. തിരക്കുള്ള ഒരു പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയിട്ട് പോയവർ തിരിച്ചു വന്നപ്പോൾ അവരുടെ കാറിന്റെ ഗ്ലാസിൽ ഒരു സ്റ്റിക്കർ ഇരിക്കുന്നു. പാർക്കിംഗ് ഫീസ് ഈ QR കോഡ് വഴി അടച്ചാൽ 20% ഡിസ്കൗണ്ട് ലഭിക്കും. തിരക്കിനിടയിൽ ആ ഡിസ്കൗണ്ട് കണ്ട് പലരും അത് സ്കാൻ ചെയ്തു. ഫോണിൽ തുറന്നു വന്നത് ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പേയ്മെന്റ് സൈറ്റാണ്. അവിടെ തങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ നൽകി പണമടച്ചു. പക്ഷെ മിനിറ്റുകൾക്കുള്ളിൽ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് വലിയൊരു തുക നഷ്ടമായി. എന്താണ് അവിടെ നടന്നത്? തട്ടിപ്പുകാരുണ്ടാക്കിയ ഒരു വ്യാജ വെബ്സൈറ്റിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള ഒരു പാലം മാത്രമായി അവർ ആ QR കോഡിനെ മാറ്റി. QR കോഡിനുള്ളിൽ എന്താണെന്ന് സ്കാൻ ചെയ്താൽ മാത്രമേ അറിയൂ. ഈ ഒരു രഹസ്യ സ്വഭാവമാണ് തട്ടിപ്പുകാർ മുതലെടുക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ എങ്ങനെയൊക്കെ ചതിക്കപ്പെടാം? മറ്റൊരു പ്രധാന തട്ടിപ്പ് OLX വഴി സാധനങ്ങൾ വിൽക്കാൻ വെക്കുന്നവരെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. നിങ്ങളെ വിളിക്കുന്നയാൾ താനൊരു പട്ടാളക്കാരനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. വ്യാജ ID കാർഡുകൾ അയച്ചു തരും. എന്നിട്ട് അയാൾ പറയും, സാർ, ഞാൻ പൈസ അയക്കാം, ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നിങ്ങളുടെ പിൻ നമ്പർ അടിക്കൂ എന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരാൻ എന്തിനാണ് നിങ്ങൾ പിന്നടിക്കുന്നത്? ഒരിക്കലും മറക്കരുത്, പണം ലഭിക്കാൻ പിന്നടിക്കേണ്ട ആവശ്യമില്ല. പണം അയക്കാൻ മാത്രമേ പിന്നടിക്കേണ്ടതുള്ളൂ. മറ്റൊരു തട്ടിപ്പാണ് വ്യാജ പേയ്മെന്റ് ആപ്പുകൾ. പണം അയക്കാണ്ട് തന്നെ അയച്ചു എന്ന് കാണിക്കുന്ന വ്യാജ സ്ക്രീൻഷോട്ടുകൾ നിർമ്മിക്കുന്ന ആപ്പുകൾ ഇന്ന് ലഭ്യമാണ്. കടക്കാരെപ്പോഴും സ്വന്തം അക്കൗണ്ടിൽ പണം വന്നോ എന്ന് നോട്ടിഫിക്കേഷൻ നോക്കി ഉറപ്പുവരുത്തണം. നമ്മൾ എങ്ങനെ സുരക്ഷിതരാകാം? അതിന് ചില എളുപ്പ വഴികളുണ്ട്. ഒന്നാമതായി, സ്കാൻ ചെയ്യുമ്പോൾ ഫോണിൽ തെളിയുന്ന ലിങ്ക് ഒന്ന് ശ്രദ്ധിക്കുക. അത് വിശ്വസനീയമായ സൈറ്റാണോ എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി, പൊതുസ്ഥലങ്ങളിൽ ഒട്ടിച്ചിരിക്കുന്ന QR കോഡുകൾക്ക് മുകളിൽ വേറെ സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ടോ എന്ന് വിരൽ കൊണ്ടൊന്ന് പരിശോധിക്കുക. മൂന്നാമതായി, പണം സ്വീകരിക്കാൻ പിൻ അടിക്കില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിക്കുക. നാലാമതായി, നിങ്ങളുടെ ഫോണിലെ ഡീഫോൾട്ട് ക്യാമറ ആപ്പോ അല്ലെങ്കിൽ ഗൂഗിൾ ലെൻസോ മാത്രം സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുക. അയ്യോ, നമുക്ക് സ്വന്തമായി ഒരു QR കോഡ് ഉണ്ടാക്കാൻ പറ്റുമോ? തീർച്ചയായും. നമുക്ക് കോൺടാക്ട് വിവരങ്ങൾ അടങ്ങിയ ഒരു QR കോഡ് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. ഒരു ബിസിനസ് കാർഡിന് പകരമായോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിന്റെ വാതിലിൽ ഒട്ടിക്കാനോ ഇത് വളരെ ഉപകാരപ്പെടും. ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്റർനെറ്റിൽ ലഭ്യമായ ഏതെങ്കിലും ഒരു സൗജന്യ QR കോഡ് ജനറേറ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നതാണ്. ഉദാഹരണത്തിന് qrcodegenerator.com അല്ലെങ്കിൽ theqrcodegenerator.com എന്നിവ ഉപയോഗിക്കാം. ഗൂഗിളിൽ പോയി QR കോഡ് ജനറേറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. theqrcodegenerator.com എന്ന വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ മുകളിൽ പല ഓപ്ഷനുകൾ കാണാം. URL, ടെക്സ്റ്റ്, വൈഫൈ, V-കാർഡ് എന്നിങ്ങനെ. ഇതിൽ V-കാർഡ് അല്ലെങ്കിൽ കോൺടാക്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ, വെബ്സൈറ്റ്, ഓഫീസ് അഡ്രസ് എന്നിവ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ വിവരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വലതുവശത്ത് QR കോഡ് മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഡിന്റെ നിറം മാറ്റാനോ നടുവിൽ ഒരു ലോഗോ വയ്ക്കാനോ ഉള്ള ഓപ്ഷനുകളും അവിടെ ഉണ്ടാകും. സ്റ്റെപ്പ് 5, എല്ലാം റെഡിയായാൽ ഡൗൺലോഡ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇമേജ് ഫയലായി ഇത് ലഭിക്കും. ഇത് പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കാം. ആരെങ്കിലും ഇത് സ്കാൻ ചെയ്താൽ നിങ്ങളുടെ നമ്പർ ടൈപ്പ് ചെയ്യാതെ തന്നെ അവരുടെ ഫോണിൽ സേവ് ചെയ്യാൻ സാധിക്കും. എത്ര എളുപ്പമാണല്ലേ? എന്റെ വീടിന്റെ ലൊക്കേഷൻ QR കോഡായി ഒരു വിസിറ്റിംഗ് കാർഡിലോ കല്യാണക്കത്തിലോ കൊടുക്കാൻ സാധിക്കുമോ? ഒരു ലൊക്കേഷൻ QR കോഡ് നിർമ്മിക്കാൻ നമുക്ക് ഗൂഗിൾ മാപ്സ് ആണ് ഏറ്റവും നല്ല വഴി. നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ മാപ്സ് തുറക്കുക. അതിനുശേഷം നിങ്ങളുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ മാപ്പിൽ കൃത്യമായ സ്ഥലം മാർക്ക് ചെയ്യുക. അതിനുശേഷം അവിടെയുള്ള ഷെയർ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കും. ആ ലിങ്ക് കോപ്പി ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ QR കോഡ് ജനറേറ്റർ വെബ്സൈറ്റിലേക്ക് തിരിച്ചു പോകുക. ഇത്തവണ ഓപ്ഷനുകളിൽ നിന്ന് URL എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ ഓപ്ഷനിൽ നിന്ന് ഗൂഗിൾ മാപ്പിൽ നിന്ന് കോപ്പി ചെയ്ത ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ലൊക്കേഷൻ QR കോഡ് റെഡിയാകും. ഇത് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡിലോ കടയുടെ മുന്നിലോ ഒട്ടിച്ചാൽ കസ്റ്റമേഴ്സിന് ലൊക്കേഷൻ തെറ്റാതെ നിങ്ങളുടെ അടുത്തെത്താൻ സാധിക്കും. വഴി ചോദിച്ചുള്ള ഫോൺ വിളികൾ നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാം. ഇതൊരു വലിയ സൗകര്യമാണ്. അയ്യോ, നമുക്ക് സ്വന്തമായി ഒരു QR കോഡ് നിർമ്മിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. പക്ഷേ അത് പ്രിന്റ് ചെയ്യുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ സ്കാൻ ആവാതെ വരാൻ സാധ്യതയുണ്ടോ? എന്തൊക്കെ മിനിമം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായും ശ്രീ. ഒരു QR കോഡ് നിർമ്മിക്കുമ്പോൾ അത് പിഴവുകളില്ലാതെ പ്രവർത്തിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലളിതമായ ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം.
ഒന്നാമതായി വലിപ്പം. QR കോഡ് വളരെ ചെറുതായാൽ ക്യാമറയ്ക്ക് അത് വായിക്കാൻ കഴിയില്ല. സാധാരണ ആവശ്യങ്ങൾക്ക് കുറഞ്ഞത് 2 സെന്റിമീറ്റർ വലിപ്പമെങ്കിലും കോഡിന് ഉണ്ടായിരിക്കണം. ഇനി ദൂരത്ത് നിന്നാണ് സ്കാൻ ചെയ്യേണ്ടതെങ്കിൽ ദൂരത്തിന്റെ 10 വലിപ്പം കോഡിന് നൽകണം. രണ്ടാമത് നിശബ്ദ മേഖല അഥവാ ക്വയറ്റ് സോൺ. കോഡിന് ചുറ്റും മറ്റ് ഡിസൈനുകളോ അക്ഷരങ്ങളോ ഇല്ലാത്ത ഒരു വെളുത്ത ബോർഡർ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സ്കാനർക്ക് കോഡ് എവിടെ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. മൂന്നാമത് നിറങ്ങൾ. എപ്പോഴും കടും നിറത്തിലുള്ള കോഡും വെളുത്ത ബാക്ക്ഗ്രൗണ്ടും ഉപയോഗിക്കുക. കറുപ്പും വെളുപ്പുമാണ് എപ്പോഴും ഏറ്റവും നല്ലത്. മഞ്ഞയോ മറ്റ് മങ്ങിയ നിറങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. നാലാമതായി വിവരങ്ങൾ ലളിതമാക്കുക. കോഡിനുള്ളിൽ ഒരുപാട് വിവരങ്ങൾ കുത്തി നിറച്ചാൽ സ്കാൻ ചെയ്യാൻ പ്രയാസമായിരിക്കും. നീളമുള്ള ലിങ്കുകൾക്ക് പകരം URL ഷോർട്ടനറുകൾ ഉപയോഗിക്കാം. അവസാനമായി വ്യക്തത. ഹൈ റെസല്യൂഷൻ ഫയലുകൾ മാത്രം പ്രിന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചിത്രം മങ്ങുകയോ പിക്സലുകൾ പൊട്ടുകയോ ചെയ്താൽ സ്കാനിംഗ് പരാജയപ്പെടും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ QR കോഡുകൾ പെർഫെക്റ്റ് ആയിരിക്കും. QR കോഡുകളുടെ ഭാവി എന്തായിരിക്കും? വെറും പേയ്മെന്റിനും ലിങ്കുകൾക്കും അപ്പുറം ഇത് വളരുമോ? QR കോഡുകൾ വലിയ മാറ്റങ്ങളിലേക്കാണ് കുതിക്കുന്നത്. ഇന്ന് മരുന്നുകളുടെ പാക്കറ്റുകളിൽ QR കോഡുകൾ വരുന്നുണ്ട്. അത് സ്കാൻ ചെയ്താൽ ആ മരുന്ന് വ്യാജമാണോ ഒറിജിനൽ ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങൾ വരുന്നു. പാഠപുസ്തകത്തിലെ ഒരു ചിത്രം സ്കാൻ ചെയ്താൽ ആ വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ ക്ലാസുകൾ കുട്ടികൾക്ക് കാണാൻ സാധിക്കും. ഭാവിയിൽ നമ്മൾ വാങ്ങുന്ന ഓരോ സാധനത്തിന്റെയും പിന്നിലെ കഥ അറിയാൻ ഈ കോഡ് സഹായിക്കും. നിങ്ങൾ വാങ്ങുന്ന ഒരു ആപ്പിൾ എവിടെയാണ് വിളഞ്ഞത്, എന്ന് പാക്ക് ചെയ്തു എന്നൊക്കെ സ്കാനിലൂടെ അറിയാം. കൂടാതെ വിസിറ്റിംഗ് കാർഡുകൾ ഇല്ലാത്ത കാലം വരുന്നു. എല്ലാവരും ഡിജിറ്റൽ വി കാർഡുകളിലേക്ക് മാറും. ഐവോ, ഇപ്പോൾ AI വന്നതോടെ QR കോഡുകളുടെ രൂപം തന്നെ മാറുന്നു എന്ന് കേൾക്കുന്നു. എന്താണ് ഈ AI QR കോഡുകൾ? നമ്മൾ ഇതുവരെ കണ്ട QR കോഡുകളെല്ലാം കറുപ്പും വെളുപ്പും ചതുരങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI വന്നതോടെ QR കോഡുകളുടെ രൂപം തന്നെ മാറുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും സുന്ദരമായ ഒരു പെയിന്റിംഗ് കണ്ടിട്ടുണ്ടോ? അത് വെറും ഒരു പെയിന്റിംഗ് ആയിരിക്കില്ല. അത് സ്കാൻ ചെയ്താൽ വിവരങ്ങൾ ലഭിക്കുന്ന ഒരു QR കോഡ് കൂടിയായിരിക്കും. ഇതിനെ AI QR കോഡ് എന്ന് വിളിക്കുന്നു. ഇന്ന് മിഡ് ജേണി അല്ലെങ്കിൽ സ്റ്റേബിൾ ഡിഫ്യൂഷൻ പോലുള്ള AI ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ QR കോഡുകൾ നിർമ്മിക്കാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു പൂവിന്റെ ചിത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ലോഗോയിലോ QR കോഡിനെ അദൃശ്യമായി ഒളിപ്പിച്ചു വെക്കാം. കാണുന്നവർക്ക് അതൊരു മനോഹരമായ ചിത്രം മാത്രമായിരിക്കും. പക്ഷെ ക്യാമറ കാണിക്കുമ്പോൾ അത് കൃത്യമായി വിവരങ്ങൾ നൽകും. സാധാരണ QR കോഡുകളേക്കാൾ ആളുകൾ ഇത്തരം വെറൈറ്റി ഡിസൈനുകൾ സ്കാൻ ചെയ്യാൻ താൽപര്യപ്പെടും. സാങ്കേതിക വിദ്യയും കലയും ഒന്നിക്കുന്ന മനോഹരമായ കാഴ്ചയാണിത്. ഐവോ, QR കോഡുകളെ കുറിച്ച് ചില കൗതുകകരമായ കാര്യങ്ങൾ പറയാമോ? QR കോഡെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് ഒരു ചെറിയ സ്റ്റിക്കറാണ്. എന്നാൽ ആകാശത്തുനിന്ന് നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്ന ഭീമൻ QR കോഡുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചൈനയിലെ ഷിൻലിൻഷുയി എന്ന ഗ്രാമത്തിൽ ഏതാണ്ട് 100,000-ലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് അവരൊരു കൂറ്റൻ QR കോഡ് നിർമ്മിച്ചത്. ഏകദേശം 200 മീറ്ററിലധികം നീളമുള്ള ഈ കോഡ് ആകാശത്ത് പറക്കുന്ന വിമാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും. മറ്റൊരു രസകരമായ സംഭവം, 1000കണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശത്തൊരു QR കോഡ് തെളിയിച്ചതാണ്. ചൈനയിലെ ഷാങ്ഹായ് നഗരത്തിന് മുകളിൽ രാത്രികാലത്ത് 1500ഓളം ഡ്രോണുകൾ ചേർന്ന ഒരു വലിയ കോഡ് ഉണ്ടാക്കി. ആളുകൾ തങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് ഇത് സ്കാൻ ചെയ്ത് ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്തു. ഈ ലോകം എത്രത്തോളം അത്ഭുതകരമായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഏറെ പരിചിതമായ QR കോഡിനെ കുറിച്ച് തികച്ചും പാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ബുധനാഴ്ച രാവിലെ സയൻസ് കഫേയിൽ കേൾക്കാം. സയൻസ് കഫേ സമാപിക്കുന്നു. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 7000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി. ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ആകാശവാണി കണ്ണൂർ. റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി. നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 16610 മാംഗ്ലൂർ സെൻട്രൽ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 13 മിനിറ്റ് വൈകി 8:08 കണ്ണൂരിൽ എത്തിച്ചേരും. മറ്റു വണ്ടികൾ കൃത്യസമയം പാലിക്കുന്നതായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അധികൃതർ അറിയിച്ചു. ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്